ജില്ലാശുപത്രിയിലല്ല ഞാൻ ഇന്ന് വരെയും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ് പോകേണ്ടതെന്നും പറഞ്ഞ് പുതിയൊരു ഓർഡർ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായുള്ള സംരക്ഷണത്താൽ, അമ്മയുടെ പ്രത്യേക മധ്യസ്ഥയാൽ എനിക്ക് കിട്ടി. എൻ്റെ പേര് കൊച്ചുറാണി, സ്ഥലം കാസർഗോഡ് ജില്ലയിൽ പൂടങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് നവംബർ മാസം 12-ാം തീയതിയാണ്. എനിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു വലിയ സാക്ഷ്യം അമ്മ എനിക്ക് ചെയ്തു തന്നു. അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. ഞാൻ കേരള ഗവൺമെൻറ് സർവീസിലെ ഹെഡ് നേഴ്സായിട്ട് താലൂക്ക് ആശുപത്രി പൂടങ്കൽ ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ അവിടെ തന്നെ ആയിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ടായിരുന്നു. 3 വർഷം കൂടുമ്പോൾ പൊതുവായ സ്ഥലം മാറ്റം എല്ലാവർക്കും ഉണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്തത് കൊണ്ട് ഒരു പരിഗണനയിൽ എനിക്ക് അവിടെ തന്നെ തുടരാൻ അനുവാദമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 12-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ഈശോയുടെ അടുത്തേക്ക് പോയി. അതേ തുടർന്ന് പിന്നീടുണ്ടായ ട്രാൻസ്ഫറിൽ എനിക്ക് ആ പരിഗണന ഇല്ലാത്തത് കൊണ്ട് എനിക്ക് DHSൽ നിന്നാണ്, തിരുവനന്തപുരം ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൽ നിന്നാണ് ഹെഡ് നേഴ്സുമാരുടെ ട്രാൻസ്ഫർ ഓർഡർ വരിക. അങ്ങനെ ഓർഡർ വന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും 60 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകേണ്ട ഒരു സ്ഥലത്തേക്ക് എനിക്ക് സ്ഥലം മാറ്റം കിട്ടി, ജില്ലാ ആശുപത്രിയിലേക്ക്, കാഞ്ഞങ്ങാട്. എന്നാൽ അന്നേരം കരട് പട്ടികയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അപ്പീൽ നൽകാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പീലിന് കൊടുത്തു. എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് കുറച്ച് മാസങ്ങളേ ആയുള്ളൂ. എനിക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ, 19 വയസ്സായേ അവൾക്കുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഫ്രാക്ചർ മൂലം എനിക്ക് ബസ്സിൽ യാത്ര ചെയ്ത് പോകുവാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ DHSലോട്ട് ഒരു അപ്പീൽ നൽകി. എന്നാൽ അപ്പീൽ കൊടുത്ത് ആ സമയത്താണ് ഞാൻ രണ്ടാമത് ഇവിടെ ഫെബ്രുവരി മാസത്തിൽ പുതുക്കാൻ വരുന്നത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് ആ നിയോഗം എഴുതിയിരുന്നു, മാതാവേ എൻ്റെ ട്രാൻസ്ഫർ ഒന്ന് ക്യാൻസൽ ചെയ്ത് തരണമെന്ന്. എന്നാൽ ഈ DHSലോട്ട് കൊടുത്ത അപ്പീൽ അവർ പരിഗണിക്കാതെ ഫൈനൽ ട്രാൻസ്ഫർ ലിസ്റ്റ് വന്നപ്പോൾ വീണ്ടും എനിക്ക് ജില്ലാശുപത്രിയിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ കിട്ടിയത്. പിന്നെ എനിക്ക് വേറെ വഴികളൊന്നുമില്ല, പോവുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. എനിക്കൊത്തിരി വിഷമമുണ്ടായി. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ച വിഷയമാണ്. എന്നാലും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ 18-ാം തീയതി എൻ്റെ സ്ഥാപനത്തിൽ നിന്നും ഏപ്രിൽ 11-നാണ് ഓർഡർ വരുന്നത്, ഫൈനൽ ഓർഡർ വരുന്നത്. 18-ാം തീയതി എൻ്റെ സ്ഥാപനത്തിൽ നിന്നും എൻ്റെ അധികാരികൾ എന്നെ റിലീവ് ചെയ്തു. കാഞ്ഞങ്ങാടേക്ക് എനിക്ക് പോകാൻ 7 ദിവസത്തെ സമയമുണ്ടായിരുന്നു. ആ സമയവും ഞാൻ എടുത്ത് 26-ാം തീയതി ഞാൻ കാഞ്ഞങ്ങാട് പോയി ജോയിൻ ചെയ്യേണ്ട ദിവസമാണ്. അപ്പോഴാണ് തലേ ദിവസം 25-ാം തീയതി എൻ്റെ കൂടെ ജോലി ചെയ്തൊരു കുട്ടി ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ജോസ്ന എന്ന് പറഞ്ഞ എൻ്റെ സഹപ്രവർത്തക ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയുടെ രൂപത്തിൽ കൈ തൊട്ടിട്ട് അമ്മയോടൊന്ന് പറയണം, അമ്മ സഞ്ചാരി മാതാവല്ലേ, അമ്മ ഒന്ന് DHSലോട്ട് പോയിട്ട് ഈ കൊച്ചുറാണി എന്ന് പറഞ്ഞ് ഈ ചേച്ചിയുടെ പേപ്പർ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ മാതാവിനോട് പറയണം, മാതാവിനെ നീ ഓർമ്മിപ്പിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത്രയും അവളോട് സംസാരിച്ചു. അന്ന് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നും സെൻഡ് ഓഫും ഗിഫ്റ്റും എല്ലാം തന്നെ എന്നെ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും റിലീവ് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ ജോയിൻ ചെയ്യാൻ പോകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 25-ാം തീയതി വൈകുന്നേരം എനിക്ക് DHSൽ നിന്നും ഒരു ഫോൺ കോൾ വരികയാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവശ്യമില്ല എങ്കിൽ വൈറ്റ് പേപ്പറിൽ ഒരു ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിവിടുന്ന് റിലീവ് ചെയ്തുകൊണ്ട് എനിക്കാരും സൈൻ ചെയ്ത് തരില്ല. അപ്പോൾ അവർ പറഞ്ഞു, സൈൻ ചെയ്യേണ്ട, വെള്ള പേപ്പറിൽ ഇങ്ങോട്ട് അയച്ചാൽ മതിയെന്ന്. അത് പെട്ടെന്ന് തന്നെ എൻ്റെ മോളോട് പറഞ്ഞു, അവളൊരു PDF ആക്കി DHSലോട്ട് അയച്ചു. അങ്ങനെ ഒരു സംഭവം അതിൻ്റെ ബാക്കിലുണ്ട് എന്നുള്ളതല്ലാതെ 26-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യണം. 26-ാം തീയതി 1 മണിക്ക് മുമ്പ് ഞാൻ ജില്ലാ ആശുപത്രിയിൽ ജോയിൻ ചെയ്യേണ്ടതുകൊണ്ട് അവിടെ കൊടുക്കേണ്ട ജോയിനിങ് ലെറ്ററിന് കൊടുക്കേണ്ട, സൂപ്രണ്ട് കൊടുക്കേണ്ട കത്തും വാങ്ങിച്ച് യൂണിഫോമും എടുത്ത് ഞാൻ ജില്ലാ ആശുപത്രിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ഇച്ചിരി നേരത്തെ 10:45 അവിടെ എത്തി. അപ്പോൾ ഞാൻ അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്, എനിക്ക് 1 മണിക്ക് എത്തിയാൽ മതി ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് ഞാൻ നിത്യാരാധന ചാപ്പലിൽ കയറിയത് ഞാൻ പറഞ്ഞു, മാതാവേ ഒന്ന് DHSലോട്ട് പോയിട്ട് എൻ്റെ പേപ്പർ ഒന്ന് സൈൻ ചെയ്ത് തരുവാണെങ്കിൽ മാതാവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ 1 മണിക്കൂർ അവിടെ ആരാധനയുടെ മുമ്പിലിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്ന് സൂപ്രണ്ടിനെ കണ്ട് എനിക്ക് ജോയിൻ ചെയ്യണം. അപ്പോഴാണ് വളരെ അത്ഭുതകരമായിട്ട് DHSൽ നിന്ന് എനിക്കൊരു കോള് വരികയാണ്, നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് ഞങ്ങൾക്ക് തരണം, ഇവിടുന്ന് നിങ്ങളുടെ ഓർഡർ അയക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ അവരെൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഓർഡർ അയച്ചു. ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി
ചെയ്യാണ്ട് ജില്ലാശുപത്രിയിലെ സൂപ്രണ്ടിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരെനിക്ക് പുതിയ ഓർഡർ ഞാൻ ജില്ലാശുപത്രിയിലല്ല, ഞാൻ ഇന്ന് വരെയും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ് പോകേണ്ടതെന്നും പറഞ്ഞ് പുതിയൊരു ഓർഡർ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായുള്ള സംരക്ഷണത്താൽ, അമ്മയുടെ പ്രത്യേക മധ്യസ്ഥയാൽ എനിക്ക് കിട്ടി. ഞാൻ അതുകൊണ്ട് തിരിച്ച് പോയി എൻ്റെ അതേ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയും ഈശോയും എന്നോട് കാണിച്ച വലിയ സ്നേഹത്തിന്, എനിക്ക് തന്ന ഈ വലിയൊരു അത്ഭുതത്തിന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഇത് കണ്ട് എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ കൂട്ടുകാരും അവർക്കെല്ലാം ഭയങ്കര അത്ഭുതമായി. ഞാൻ പറഞ്ഞു, ഇതെനിക്ക് എൻ്റെ കൃപാസന മാതാവ് ചെയ്ത ഒരു വലിയ അത്ഭുതമാണ്. ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഒത്തിരി പേർക്ക് വിശ്വാസമായി. ഒരുപാട് പേർക്ക് ഇതൊരു വലിയ സാക്ഷ്യമായിട്ട് തന്നെ എൻ്റെ കൂടെയുള്ളവർക്ക് തന്നെ മനസ്സിലായി. എല്ലാത്തിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ദൈവപിതാവിനും നന്ദി പറയാം. ഈ സഹോദരി ഗവൺമെൻറ് തന്നെ ഹെഡ് നേഴ്സായിട്ട് ജോലി ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് 3 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫറായിട്ട് മാറേണ്ടതാണ്. പക്ഷേ ഈ സഹോദരിയുടെ ജീവിത പങ്കാളിക്ക് വയ്യാത്തത് കൊണ്ട് അവിടെ തന്നെ വീടിനടുത്ത് തന്നെ 12 വർഷമായിട്ട് ഈ സഹോദരി ജോലി ചെയ്യുന്നു. കർത്താവിൻ്റെ പക്കലേക്ക് ഹസ്ബൻഡ് യാത്രയായതിനു ശേഷം അടുത്ത ട്രാൻസ്ഫർ വരുമ്പോൾ അവിടെ നിന്നും 60 കിലോമീറ്റർ ദൂരത്തേക്ക് പോയാലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഈ സഹോദരിക്കാണ് ആകപ്പാടുള്ളത് 19 വയസ്സുള്ളൊരു മകളാണ്. അപ്പോൾ ഈ ഓർഡർ കയ്യിൽ കിട്ടി. ആദ്യത്തെ ഓർഡർ ഒരു ദിവസം വന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഫൈനലായിട്ടുള്ള ഓർഡറും വന്നു. അതായത് 26-ാം തീയതി തന്നെ ജോയിൻ ചെയ്യണം, ഇന്ന ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ഓർഡർ വന്നു. അപ്പോൾ ഈ സഹോദരി വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യമാണിതൊന്ന്. രണ്ടാമത്തത്, ഇവിടെ പ്രാർത്ഥിക്കാമെന്ന ഒരു സഹോദരിയോട് പ്രത്യേകം പറയുകയും ചെയ്തു, അമ്മ മാതാവിൻ്റെ ഒന്ന് പ്രാർത്ഥിക്കണം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. അമ്മ അത് ഏറ്റെടുക്കുമെങ്കിൽ എനിക്കത് കിട്ടിക്കോട്ടെ എന്ന്. പക്ഷേ 25-ാം തീയതി ആയിട്ട് ഒന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 26-ാം തീയതി അവിടെ ജോയിൻ ചെയ്യാനുള്ള യൂണിഫോമൊക്കെ അണിഞ്ഞ് അവിടെ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഹോസ്പിറ്റലിലെ വേണ്ടപ്പെട്ട അധികാരികൾ അവിടുത്തെ അഡ്രസ്സിൽ വന്ന് ഇമെയിലിൽ നിന്ന് ഇവർക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് പറയണ ഇതാണ്, നിങ്ങൾ ഇവിടെയല്ല, നിങ്ങൾ എവിടെയായിരുന്നോ ജോലി ചെയ്തിരുന്നത് അവിടെ തന്നെ നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അനുമതി പത്രമാണ് ഈ കിട്ടിയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് കൂടെ ജോലി ചെയ്തിരുന്നവർക്ക് പോലും അത്ഭുതമായിട്ട് മാറിയിരിക്കണം. ഇതെങ്ങനെ സംഭവിച്ചു? 26-ആം തീയതി ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോയ ആളാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പെട്ടെന്നൊരു വർക്ക് നടക്കുന്നത്? അതായത് അമ്മയുടെ മുമ്പിൽ കണ്ണീരിട്ട് പ്രാർത്ഥിച്ചാൽ അമ്മ മാതാവ് നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കും എന്നുള്ളതാണ്. ഇതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞില്ലേ, ജാമ്യം നിൽക്കാൻ ആളില്ലാത്തൊരു സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ജാമ്യം നിൽക്കാനായിട്ടുള്ള ഒരാൾ, നമുക്ക് അമ്മ മാതാവ് തന്നെ ജാമ്യം നിൽക്കുമ്പോൾ പിന്നെ നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ പരിശുദ്ധമ്മയുടെ വലിയൊരു കൃപയാണ്. അമ്മ മാതാവാണ് നിൻ്റെ ഈ കാര്യത്തിൽ, ഈ സഹോദരിയുടെ കാര്യത്തിൽ ജാമ്യം നിന്നത്. അമ്മ മാതാവാണ് ആ ഒരു കാര്യത്തിൽ എല്ലാം ക്ലിയറാക്കി ഉടമ്പടി പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ചെയ്തപ്പോൾ ആ സങ്കടം കണ്ടറിഞ്ഞ് ആ കുടുംബത്തെ സഹായിക്കുന്ന തരത്തിൽ ഈ ട്രാൻസ്ഫർ മാറ്റിക്കളഞ്ഞത് പരിശുദ്ധമ്മയുടെ സഹായം മാത്രം. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയുടെ ആ ഒരു ബലമുള്ള സഹായം നമുക്ക് കിട്ടുന്നു, കർത്താവിനോടുള്ള വലിയ ബന്ധവും കിട്ടുന്നു. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.